തോന്നിവാസം പിടിപ്പിക്കാൻ ഞരമ്പ് രോഗിയെ പുറത്താക്കുന്നവർ ഒരു കാര്യം ആവശ്യപ്പെടാനുണ്ട്. മതേതരത്വത്തിന്റെ ലേബൽ ചമഞ്ഞുകൊണ്ട് സംഘപരിവാറിന്റെ അച്ചാരം വാങ്ങിയാണ് ഈ തോന്നിവാസം പിടിപ്പിക്കാനുള്ളതെങ്കിൽ ആ പേന ഇനി കേരളത്തിൽ ചലിക്കുന്ന അതിശക്തമായി നിശ്ചയമായി വിമർശിക്കുന്ന കാര്യം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, ഇതൊരു സമുദായത്തിലെ വികാരം വ്രണപ്പെടുത്താനുള്ള ശ്രമമാണ്. എടോ തീവ്രവാദി, എടോ വർഗീയവാദിയായ മാതൃഭൂമി, നിനക്കറിയാമല്ലോ ലോകത്ത് ഒരുപാട് പ്രതിഷേധങ്ങൾ അലയടിച്ചത്. പ്രവാചകൻ നിനക്കെതിരെ കാർട്ടൂൺ വരച്ചപ്പോൾ ജെയിംസ് പോസ്റ്റൽ പത്രത്തിലെ മുസ്ലിം സമുദായത്തിന് പ്രതിഷേധമുണ്ടായത്. ഇവിടെ വർഗീയത ഈ തീവ്രവാദി നടത്തിയപ്പോഴൊക്കെ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന് നേരെ ഒരു ലേഖനം എഴുതുമ്പോൾ ആരാണ് നിനക്ക് ലേഖനം തരുന്നത്? എം.എൻ. കാരശ്ശി എന്ന മുസ്ലിം വിരോധി, അല്ലെങ്കിൽ ദൈവനിഷേധിയായ അമിത് ചാനമംഗലൂർ, ഇവരെ കൊണ്ടൊക്കെ ലേഖനം എഴുതിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ വ്രണപ്പെടുത്താനാണ് നാളിതുവരെ ഈ മുത്തശ്ശി പത്രം ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അടങ്ങിയിരിക്കുന്ന പ്രശ്നമില്ല. അരിയും തന്ന് ആശാരിച്ചും കടിച്ച് വീണ്ടും പട്ടി മുന്നോട്ട് എന്ന് പറഞ്ഞ പോലെ ഈ തോന്നിവാസ കുറെ നാളായി ഞങ്ങൾ സഹിക്കുന്നു. ഇവിടെയുള്ള രാജ്യത്തെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നാളെ മാപ്പപേക്ഷ കൊണ്ട് ഞങ്ങൾ ക്ഷമിക്കില്ല. ഏത് തോന്നിവാസിയാണോ ഇത് എഴുതി പിടിപ്പിച്ചത് അവനെ പിടിച്ച് പുറത്താക്കി പരസ്യമായി അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നത് വരെ ഈ സമുദായം അടങ്ങി നിൽക്കുന്ന പ്രശ്നമില്ല. തീവ്രവാദത്തിന്റെ ഒരു അണു അളവ് പോലും അംഗീകരിക്കാത്തവരെ ഞങ്ങൾ